Hello, hi, it's me, Mr. Creator, and welcome to day 2 of 50 days of Indian dropshipping. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നും വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നും ഏതൊക്കെ സ്കില്ല് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടി പഠിച്ചിരിക്കണമെന്നും ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ റിയൽ ഫാക്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ പോയി മസ്റ്റായി കാണേണ്ട വീഡിയോ ആണ്. ഇത് രണ്ടാമത്തെ ഡേ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു പക്ക ഇൻട്രൊഡക്ഷനെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഡേ 2 കിടക്കാം. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഒരു ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ, അതിൻ്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതിൽ വരുന്നൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വരും. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു ഫ്ലോ ആണ്. ആ ഫ്ലോയിൽ എങ്ങനെയാണ് ഈ പ്രോസസ്സ് കറക്റ്റ് കംപ്ലീറ്റ് ആവുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു തരും. ഇതിൻ്റെ ബെനിഫിറ്റ്സും ചാലഞ്ചസും, ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ചാലഞ്ചസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് മെയിൻലി ഇന്ത്യൻ മാർക്കറ്റിനെ അനുസരിച്ചായിരിക്കും ഇത് മൊത്തം ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് കിടക്കാം, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പോൾ എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു. എന്നാലും ഒരു ചെറിയ കാണാത്തവരാണെങ്കിൽ, ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന സംഭവം എന്താ വെച്ചാൽ അതൊരു ഇ-കൊമേഴ്സ് ടൈപ്പ് ബിസിനസ് മോഡലാണ്. ആ ബിസിനസ് മോഡലിൽ നമ്മൾ വിൽക്കുന്ന ആളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പകരം നമ്മളൊരു സപ്ലയറിനെ അതിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡഡ് ആവുന്നു. ആ സപ്ലയർ ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും കമ്പയർ ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ പ്രോസസ്സ് സെയിം തന്നെയാണ്. പക്ഷേ ചെറിയൊരു കാര്യത്തിൽ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റ് വ്യത്യസ്തമായി നിൽക്കുന്നത്. ആ ഒരു പ്രോസസ്സാണ് ക്യാഷ് ഓൺ ഡെലിവറി. ഈ ഒരു ക്യാഷ് ഓൺ ഡെലിവറി എന്ന പ്രോസസ്സ് ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം അതാണ് കൂടുതൽ നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ കൂടുതൽ അതുമായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും അതുപോലെ മീഷോ ആണെങ്കിലും അതുപോലെ മിന്ത്ര ആയിക്കോട്ടെ, ഏതുമാണെങ്കിലും നമുക്കൊരു ട്രസ്റ്റ്, ഇന്ത്യൻ പീപ്പിളിന് ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയാണ് പലരും ചൂസ് ചെയ്യാൻ റെഡിയാവുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലത്തെ ഒരു സംഭവം പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു പുതിയ സ്റ്റോറാണ്, ഇതുവരെ പരിചയം. ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഇതുവരെ ആൾക്കാരുടെ മുമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. കാണാത്തൊരു വെബ്സൈറ്റിൽ വന്നിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. ചെയ്യുന്നവരുണ്ട്, അത് നമ്മൾ വേറൊരു വീഡിയോയിൽ പക്കായിട്ട് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലും ക്യാഷ് ഓൺ ഡെലിവറിയാണ് ആൾക്കാർ ചൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി. ആ ഒരു ചേഞ്ച് കൊണ്ട് തന്നെ ആ പ്രോസസ്സിൽ വലിയൊരു ബെനിഫിറ്റും ഉണ്ട്, അതേപോലെ തന്നെ ചാലഞ്ചും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ചാലഞ്ചസ്. ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ അപേക്ഷിച്ച് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്നതാണ്. ഇന്റർനാഷണൽ മാർക്കറ്റ് എന്നുള്ള പറയുമ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിൻ്റെ മുകളിൽ എമൗണ്ട് നമ്മൾ പ്രത്യേകിച്ച് ആഡ് കാര്യങ്ങൾ, സ്റ്റോർ സെറ്റപ്പ് ചെയ്യൽ, സെല്ലിംഗ് പ്രോസസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏകദേശം ഒരു 1 to 2 lakhs എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചോളം അത് നമുക്കൊരു 30,000 to 50,000 റേഞ്ചിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 30,000 കേട്ടോ, 13 30,000 to 50,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അതിനെക്കുറിച്ചും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ തന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് ഇപ്പോൾ നമ്മളൊരു ജോബിലേക്ക് പോകുകയാണെങ്കിൽ ആ ഒരു ഓഫീസിൽ പോയി നിന്ന് വർക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ ഓഫീസിലാണെങ്കിലും നമ്മൾ വല്ല വെക്കേഷൻ ആണെങ്കിലും ഏതൊരു സ്ഥലത്തു നിന്നും ഏതൊരു രീതിയിലും ഏതൊരു ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും, ഹാൻഡിൽ ചെയ്യാനും പറ്റും. എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്ലെക്സിബിലിറ്റി. ഇനി അതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇതിൻ്റെ ചാലഞ്ചസ് കൂടി പറയണം. ഏറ്റവും വലിയ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ്. ആൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് മോഡലാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്റർനാഷണൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ തന്നെ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. ആ ഒരു കോമ്പറ്റീഷനിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുക എന്നതാണ് നിങ്ങളുടെ ഭാഗത്തുള്ള ചെയ്യുന്ന ടാസ്ക്. ആ ടാസ്ക് ചെയ്താൽ തന്നെ നമ്മുടെ സ്റ്റോർ സക്സസ് ആയിരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ആ ഒരു കോമ്പറ്റീറ്ററുടെ ഒരാളായി മാറിപ്പോകും. അപ്പോൾ ഏറ്റവും നല്ലൊരു കോമ്പറ്റീഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്നതെന്നാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ചാലഞ്ച്. രണ്ടാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു റിലയബിൾ ആയ ഒരു സപ്ലയറിനെ കണ്ടുപിടിക്കുക എന്നതാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷോപ്പിഫൈ വെബ്സൈറ്റാണ്. അപ്പോൾ ആ ഷോപ്പിഫൈ വെബ്സൈറ്റിൽ കറക്റ്റ് ഇൻ്റഗ്രേറ്റ് കാര്യങ്ങൾ ചെയ്യും. അതിപ്പോൾ ഷോപ്പിഫൈ പോട്ടെ, വേറെ ഏത് വെബ്സൈറ്റിലാണെങ്കിൽ കൂടിയും അത് കറക്റ്റ് API ഉപയോഗിച്ചോ മറ്റേ ഉപയോഗിച്ചോ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഈ ഒരു മൊത്തം പ്രോസസ്സ്
നമ്മളായിട്ട് ഇന്ന് ചെയ്യാതെ ഓട്ടോമേറ്റ് ചെയ്യാനും കൽപ്പുള്ള സപ്ലയേഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ കുറവാണ്. വളരെ കുറവ് പറഞ്ഞാൽ വളരെ കുറവാണ്. മറിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇഷ്ടം ഒരു 5, 7, 8, 10 സപ്ലയേഴ്സ് ഇപ്പം തന്നെ അവൈലബിൾ ആണ്. അതിൽ ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കുറേ 5-6 സപ്ലയേഴ്സ് ആൾറെഡി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇതിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു റിലയബിൾ ആയിട്ടുള്ള ഒരു സപ്ലയറിനെ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ ഈ ഒരു 3 പ്രോസസ്സാണ്, ഈ ഒരു 3 സംഭവമാണ് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ നമ്മളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു ഫ്ലോ ആണ്. ഈ ഒരു ഫ്ലോ ചാർട്ടിൽ അത് മെയിനായിട്ട് കാണിക്കുന്നതും ആ ഒരു ഫ്ലോ പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഈ ഒരു ലെഫ്റ്റിൽ കാണുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഇപ്പോൾ എൻ്റെ പേര് ക്രിയേറ്ററാണ്. ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പേര് ഏതെങ്കിലും പേര് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു വ്യക്തി നമ്മളിപ്പോൾ കസ്റ്റമർ ചൂസ് ചെയ്യാം. ഈ ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിലൊരു പ്രൊഡക്റ്റ് അയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഫോർ എക്സാമ്പിൾ, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ സ്റ്റോറിൽ കൊടുത്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 500 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ സ്റ്റോറിലേക്ക് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇത് പർച്ചേസ് ചെയ്യാൻ റെഡിയാണ്. 500 രൂപ കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ റെഡി ആവണം. ഈ ഒരു പ്രോസസ്സിലേക്ക് അടുത്തതായി കടന്നു വരുന്ന ആളെന്ന് പറയുന്നത് സപ്ലയറാണ്. എന്തുകൊണ്ട് സപ്ലയർ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോസസ്സിൽ നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റും വെക്കുന്നില്ല. പക്ഷെ വെക്കുന്ന ഒരു പ്രോസസ്സ് വേറെ ഒന്നുണ്ട്. അത് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ അല്ലെങ്കിൽ പിന്നീട് ഒരു കോഴ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കേസിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിൽ നമ്മുടെ കയ്യിൽ സപ്ലൈ ഒന്നും വെക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു സപ്ലയർ വേണം. ഈ ഒരു പ്രോസസ്സിലേക്ക് കയറി വരുന്ന അടുത്ത ആൾ പറയുന്നത് സപ്ലയർ വേണം. അപ്പോൾ ഒരു സപ്ലയർ നമ്മുടെ കയ്യിലുണ്ട്. ആ സപ്ലയറിൻ്റെ കയ്യിൽ ഇതേ പ്രൊഡക്റ്റ് 250 രൂപയ്ക്ക് അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 250 രൂപ നമ്മൾ വിൽക്കുന്ന 500 രൂപയ്ക്കാണ്, ഇയാളുടെ കയ്യിൽ 250 രൂപയ്ക്കുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു റിലയബിൾ ആയിട്ടുള്ള ഒരു സപ്ലയർ ആണെന്ന് കൂടി വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് ഈ സാധനം ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സപ്ലയറിനോട് പറഞ്ഞു റെഡി ആയിരിക്കും, നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇനി അടുത്ത നമ്മൾ സ്റ്റേജിൽ പോകാം. ഈ ഒരു കസ്റ്റമർ നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് ആ ഒരു പ്രോഡക്റ്റ് മൂപ്പര് പർച്ചേസ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പം അപ്പം നമുക്ക് എന്താ, നമ്മുടെ വെബ്സൈറ്റിൽ അയാളുടെ കസ്റ്റമർ ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. കാരണം അയാൾ ഓർഡർ ചെയ്തിട്ട് പ്രൊഡക്റ്റിൻ്റെ പേരും കിട്ടി. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ വഴി നമ്മുടെ സപ്ലയർ ഫെച്ച് ചെയ്തെടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റോറിൽ നിന്ന് കറക്റ്റ് എടുക്കും. അതായത് ഇന്ന ആൾ ഇന്ന പ്രൊഡക്റ്റിന് വേണ്ടി ഇന്ന വീട്ടിൽ ഇന്ന അഡ്രസ്സിൽ താമസിക്കുന്ന ആൾ ഇന്ന മോഡ് ഓഫ് പേയ്മെൻറ്റ് ചൂസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള നമ്മുടെ സപ്ലയറുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഈ സപ്ലയർ 250 രൂപയ്ക്കാണല്ലോ പ്രൊഡക്റ്റ് വിൽക്കുന്നത്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന 500 രൂപയ്ക്കാണല്ലോ. അപ്പോൾ സപ്ലയർ എന്താ ചെയ്യുക വെച്ചാൽ, റിലയബിൾ ആയിട്ടുള്ള ഒരു സപ്ലയർ എന്താ ചെയ്യുക വെച്ചാൽ, ഈ 250 രൂപയ്ക്ക് പകരം അയാൾ നമ്മുടെ പ്രൈസ് ആ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് കാര്യങ്ങൾ എഴുതി വെച്ച് അയാളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ സപ്ലയർ എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് അയാളുടെ ഗോഡൗണിൽ നിന്ന് ഷിപ്പ് ചെയ്യും. എവിടേക്ക്? കസ്റ്റമറിലേക്ക് ഷിപ്പ് ചെയ്യും. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിലെ പേയ്മെൻറ്റ് മെത്തേഡാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഒന്നെങ്കിൽ ഒരു കസ്റ്റമർ ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ആയതുകൊണ്ട് COD ഞാൻ നേരത്തെ വരും എന്ന് പറഞ്ഞ പോലെ തന്നെ 2 തരത്തിലുള്ള പേയ്മെൻറ്റ് ഉണ്ട്. പ്രീപെയ്ഡ് പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറി പേയ്മെൻറ്റും. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ ആൾറെഡി പ്രൊഡക്റ്റ് കണ്ട പാടെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുക. രണ്ടാമത് പറയുന്നത് പ്രൊഡക്റ്റ് കണ്ടു ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിലൊരു ജെനുവിനിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചൂസ് ചെയ്യണം. അതായത് ആ പ്രൊഡക്റ്റ് നമ്മുടെ വീടിന് മുമ്പിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്തതുണ്ടാവുക. അപ്പോൾ ഈ സപ്ലയർ ഇത് ഏതാണ് ചൂസ് ചെയ്തത് അതിനനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമറിലേക്ക് ഇത് ഷിപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിക്കോട്ടെ, ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ പ്രീപെയ്ഡ് ആയിട്ട് വിചാരിക്കാം. അപ്പോൾ ഈ സപ്ലയർ എന്ത് ചെയ്തു, ഈ സാധനം പ്രീപെയ്ഡ് ആയ ഓർഡർ മൂപ്പര് നമ്മുടെ സ്റ്റോറിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ 500 രൂപ എന്നുള്ള പ്രൈസ് റേഞ്ചിൽ ഈ കസ്റ്റമറിന് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ഈ സാധനം കൈപ്പറ്റുന്നു. അതുവഴി നമ്മൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഈ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഇതിനൊരു പേയ്മെൻറ്റ് ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ സ്റ്റോറിൽ 500 രൂപയ്ക്കാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. സപ്ലയറിന് വരുന്ന പ്രൈസ് 250 രൂപയാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്തപ്പോൾ 500 രൂപ നമുക്ക് കിട്ടി. സപ്ലയറിന് വേണ്ടി വന്നത് 250 രൂപ മാത്രം. അപ്പോൾ ഇതിൽ കിട്ടുന്ന ബാക്കി വരുന്ന 250 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സുഖമാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് വളരെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രോസസ്സാണ്. ഇതിൽ നമ്മൾ 250 തന്നെ പ്രോഫിറ്റ് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇതിൽ കുറേ മിസ്ലീനിയസ് ചാർജസ് എൻ്റെ കൂടെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോസസ്സിൻ്റെ 3 മെയിൻ സെഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. ഒന്നെന്ന് പറയുന്നത് കസ്റ്റമറാണ്. ഈ ഒരു കസ്റ്റമറെ നമുക്ക് ആഡ് ഉപയോഗിച്ചിട്ടോ ഓർഗാനിക് വേ ഓഫ് മെത്തേഡ് ഉപയോഗിച്ചിട്ടോ നമ്മുടെ സ്റ്റോറിലേക്ക് എത്തിക്കുക എന്നാണ് ഫസ്റ്റ് മെത്തേഡ്. ആ ഒരു സെഗ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറാണ്. ഈ ഒരു സ്റ്റോർ നിങ്ങൾക്ക് ഏതൊരു തരത്തിലുള്ള കോഡിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചോ ഏതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ നിർമ്മിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു
ഈ ഒരു കോഴ്സിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഷോപ്പിഫൈ ആണ്. അപ്പോൾ ഷോപ്പിഫൈ വെച്ചിട്ടായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്, നമ്മുടെ സ്റ്റോർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് നിങ്ങൾക്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. കാരണം ഞാൻ ആ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ആ ലിങ്ക് വഴി നിങ്ങൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തേക്ക് ഷോപ്പിഫൈ സ്റ്റോർ വെറും 20 രൂപയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് ഈ ഒരു ലിങ്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുവഴിയായിരിക്കും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന രീതിയിൽ ആ ഒരു അഫിലിയേഷൻ കിട്ടുന്ന ഒരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്നാണ് രണ്ടാമത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിൽ കടത്തി വരാം. നമ്മുടെ സ്റ്റോർ ഈ പ്രാവശ്യം നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഷോപ്പിഫൈ വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഷോപ്പിഫൈ ആയിരിക്കും ഈ ഒരു കോഴ്സിൽ മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന കണ്ടന്റ്. മൂന്നാമത്തെ പറയുന്നത് സപ്ലയർ. ഇന്ത്യയിലെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈസ് വളരെ കുറവാണ്. അതും ഈ പ്രോസസ്സൊക്കെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യവും അറിയാത്ത രീതിയിൽ പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാവുന്ന സപ്ലയർ കണ്ടുപിടിക്കുക എന്നാവും പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റോർ ക്രിയേഷനും കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ഈ ഒരു ചാലഞ്ചിൽ മൊത്തമായിട്ട് ഈ ഒരു 15 ദിവസത്തെ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് പരിപാടിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു 2-3 സപ്ലയേഴ്സിൻ്റെ സജഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ സപ്ലയറിനെ കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ സപ്ലയറിനെ കണ്ടുപിടിക്കാമെന്നുള്ള മെത്തേഡും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 3 സെഗ്മെൻറ്റാണ് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോസസ്സിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ 3 സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള 2 സെഗ്മെൻറ്റ്സ് ആണ് സ്റ്റോറും അതേപോലെ തന്നെ സപ്ലൈ. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു, സ്റ്റോറിലാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോർ എന്ന സംഭവത്തിലൊക്കെയാണ് കസ്റ്റമേഴ്സ് ആഡിൽ നിന്നോ അല്ലെങ്കിൽ ഓർഗാനിക് വഴിയോ നമ്മുടെ സ്റ്റോറിലേക്കാണ് ഈ സാധനം കണ്ടിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്റ്റോർ എത്രത്തോളം ഭംഗിയായി ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമ്മളുടെ ബിസിനസ്സിനെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യമായുള്ള കണ്ടൻറ്റ് കാര്യങ്ങൾ, ഇമേജ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ആഡ് ടു കാർട്ട് ബൈ ഇതൊക്കെ ശരിയാക്കലാണ് സ്റ്റോർ കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ടാസ്ക്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സപ്ലയറാണ്. നല്ലൊരു രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് വരുന്ന പർച്ചേസുകൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് രീതിയിൽ കസ്റ്റമർക്ക് ഹാപ്പിയായ രീതിയിൽ പാക്കേജ് ചെയ്തിട്ട് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് സപ്ലയറിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ നല്ല സപ്ലയർ കിട്ടിയാലും, നല്ലൊരു സ്റ്റോറും നല്ലൊരു സപ്ലയറും കിട്ടിയാൽ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന ബിസിനസ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുമെന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഈ 2 കാര്യങ്ങളിലേക്കാവും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്, അത് മെല്ലെ നമ്മൾ പറയും. അതാണ് നമ്മുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആഡ് റൺ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ 2 കാര്യങ്ങളിൽ നിങ്ങൾ ഒരു 70% നന്നായിട്ട് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മെല്ലെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ് ഇൻ ഡ്രോപ്പ് ഷിപ്പിംഗ്. അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഇന്ത്യൻ മാർക്കറ്റ് സിനാരിയോയിൽ ഈ ഒരു COD പ്രോസസ്സ് എങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നുള്ള ഒരു ചെറിയ നേരത്തെ പറഞ്ഞ ഒരു റഫ് ആയിട്ടുള്ളൊരു ഫ്ലോ ആണ്. ഇത് മൊത്തത്തിൽ നീണ്ടിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് സിനാരിയോ എന്താ വിചാരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നു. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സ്റ്റോർ ഉണ്ട്. അപ്പോൾ ആ സ്റ്റോറാണ്, കസ്റ്റമർ വരുന്നത് നമ്മുടെ സ്റ്റോറിലേക്കാണ്. അതാണ് രണ്ടാമത്തെ സിനാരിയോ. മൂന്നാമത്തേത് പറയുന്നത് ആ കസ്റ്റമർ ആ സ്റ്റോറിൽ വന്ന് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രൈസ് അല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിതിൻ്റെ പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഫോർ എക്സാമ്പിൾ ആ കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് ഏപ്രിൽ 1-ാം തീയതിയാണ് ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് ആണ്. ഈ ഓർഡർ വന്ന ഈ കസ്റ്റമറിൽ നിന്ന് വന്ന ഓർഡർ ഷിപ്പിങ്ങിലേക്ക് പ്രോസസ്സ് ആവുന്നതിന് മാക്സിമം 24 or 48 hours എടുക്കും. അപ്പോൾ 24 or 48 മണിക്കൂറിനുള്ളിൽ മാത്രമേ നമ്മുടെ റിലയബിൾ ആയിട്ടുള്ള സപ്ലയർ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്റ്റ് ഇന്ന അഡ്രസ്സിക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് നമുക്ക് ഷിപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഡേ ഏകദേശം ഏപ്രിൽ 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി ഈ പ്രൊഡക്റ്റ് ഷിപ്പായി തുടങ്ങുള്ളൂ. അഞ്ചാമത്തെ സംഭവം എന്ന് പറയുന്നത് ഡെലിവറിയാണ്. ഇനി ഈ ഷിപ്പായ പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമറിലേക്ക് ഡെലിവേർഡ് ആവുന്നതിന് അപ്രോക്സിമേറ്റ്ലി ഒരു ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ 9 അല്ലെങ്കിൽ ഏപ്രിൽ 10 എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിനാരിയോ അനുസരിച്ചിട്ട് മാക്സിമം പോയാൽ മിനിമം 5 ദിവസം അല്ലെങ്കിൽ മാക്സിമം 7 ദിവസമാണ് ഒരു റെഗുലർ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഏതൊരു സ്റ്റോറിൻ്റെയും ഒരു ഡെലിവറി പീരിയഡ് ടൈം. അതിൽ കൂടാനും ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമും കാര്യങ്ങളും, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു പ്രൈസിങ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഡെലിവറിയുടെ ടൈം കാര്യങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്ന കസ്റ്റമറിൻ്റെ പിൻകോഡ് അനുസരിച്ചിട്ടും ഇതിൻ്റെ ഡെലിവറി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് രീതിയിൽ നമുക്കൊരു 7 ദിവസം എടുക്കുകയാണെങ്കിൽ 2-ാം തീയതി 3-ാം തീയതി ഷിപ്പായ പ്രൊഡക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തുന്നത് 9-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി ആയിരിക്കും. ഇനി ആറാമത്തെ സിനാരിയോ. ഈ ഒരു സിനാരിയോയിൽ ഞാൻ സപ്ലയർ എന്നാണ് എഴുതിയതെങ്കിലും ഇതിലെ മെയിൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ
ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് ക്യാഷ് ഓൺ ഡെലിവറി ബേസ് ചെയ്താണെങ്കിൽ ഈ ഡെലിവർ ആയ പ്രൊഡക്റ്റിന് കിട്ടുന്ന ക്യാഷ് ഉണ്ടാവുമല്ലോ, ആ ക്യാഷ് സപ്ലയറിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഏപ്രിൽ 15-ാം തീയതി, അതായത് ഈ പ്രൊഡക്റ്റ് ഡെലിവർ ആയതിൽ നിന്ന് 5 ദിവസത്തിന് ശേഷമേ സപ്ലയറിൻ്റെ അടുത്തേക്ക് ആ ക്യാഷ് ഓൺ ഡെലിവറി എമൗണ്ട് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇനി എന്തുകൊണ്ട് അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഈ എമൗണ്ട് വരാൻ എത്ര ടൈം എടുക്കുന്നതാണ്? അവിടെയാണ് ഞാൻ പറയാൻ വരുന്നത്. ഏപ്രിൽ 15-ാം തീയതിയാണ് ഈ സപ്ലയറിൻ്റെ അടുത്ത് ഈ എമൗണ്ട് എത്തുന്നതെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അത് എത്താൻ ഒന്നെങ്കിൽ 5 ദിവസത്തിനപ്പുറം, അതായത് സപ്ലയറിൻ്റെ അടുത്ത് എമൗണ്ട് എത്തിയതിന് 5 ദിവസത്തേക്ക് അപ്പുറം, അല്ലെങ്കിൽ ആ സപ്ലയർ ഏതെങ്കിലും ഒരു വെള്ളി ശനിയാഴ്ച മൊത്തം അക്കൗണ്ട് സെറ്റിൽ ആവണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ഡേ ആയിരിക്കും നമ്മുടെ കയ്യിലേക്ക് അപ്രോക്സിമേറ്റ്ലി ആ എമൗണ്ട് എത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ഏപ്രിൽ 1-ാം തീയതി ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ, ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റ് വന്ന് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ക്യാഷ് ഓൺ ഡെലിവറി പ്രോസസ്സ് വഴി ലാസ്റ്റ് നമ്മുടെ കയ്യിലെത്താൻ ഏകദേശം ഏപ്രിൽ 20-ാം തീയതി എത്തും. അതായത് 20 ദിവസത്തിന് അല്ലെങ്കിൽ 22 ദിവസത്തിന് അപ്പുറം മാത്രമേ നമ്മുടെ കയ്യിലേക്ക് ആ ഒരു എമൗണ്ട് എത്തുള്ളൂ. അപ്പം ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തിലേക്ക് വരുന്നത്. 30,000, 40,000 അല്ലെങ്കിൽ ആ 15,000, 20,000 രൂപയ്ക്കൊക്കെ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോസസ്സ് തുടങ്ങാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്യാഷ് ഓൺ ഡെലിവറി കാരണം നമ്മൾ ആ ഒരു ക്യാഷ് വെച്ച് കാര്യങ്ങൾ ആഡ് റൺ ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് ആൾക്കാരെ കൊടുത്തിട്ട് കിട്ടുന്ന ക്യാഷ്, ആ ഫ്ലോ ഇല്ല, ക്യാഷ് ഫ്ലോ, ആ ഫ്ലോ കഴിഞ്ഞിട്ട് ക്യാഷ് നമ്മുടെ കയ്യിലെത്താൻ 20 ദിവസം എടുക്കും. അപ്പോൾ 20 ദിവസം നമുക്ക് ഈ വെബ്സൈറ്റ് റൺ ചെയ്യാനും അതേപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എമൗണ്ട് കയ്യിലില്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അവിടെ നിൽക്കും, സ്റ്റോപ്പായി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അത്യാവശ്യം നല്ലൊരു ക്യാഷ് ഫ്ലോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഈ ഒരു മെയിൻലി ഈ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള പ്രോസസ്സ് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ഒരു പ്രോസസ്സ് നടത്താൻ അത്യാവശ്യം നല്ലൊരു കയ്യിലൊരു എമൗണ്ട് ഉണ്ടാവണമെന്ന്. അപ്പം ഈ ഒരു സെക്ഷൻ നമുക്കിവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് കറക്റ്റ് ഇന്ത്യൻ മാർക്കറ്റ് സിനാരിയോ, COD ബേസ് ആയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിനാരിയോ എന്ന് പറയുന്നത് ഈ ഒരു കറക്റ്റ് ചാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ തന്നിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത്, ഈ ഒരു നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തടുത്ത വീഡിയോസിലായി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞ് 4 സെഗ്മെൻറ്റായിട്ട് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പറയുന്നത് സ്റ്റോർ സെറ്റപ്പാണ്. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിഫൈ വെച്ചിട്ടാണ് സ്റ്റോർ സെറ്റപ്പ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റോർ സെറ്റപ്പ് ഷോപ്പിഫൈ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ A to Z കാര്യങ്ങൾ എങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യണം, എങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതായിരിക്കും അടുത്ത വീഡിയോ. രണ്ടാമത്തേന്ന് പറയുന്നത് സപ്ലയറിനെ കണ്ടുപിടിക്കാനാണ്. ഇപ്പം നമ്മളൊരു 2-3 ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട് 2-3 സപ്ലയേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സപ്ലയർ ആരെന്നും പറഞ്ഞു തരും. നിങ്ങൾക്ക് അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു സപ്ലയറിനെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മൂന്നാമത്തെന്ന് പറയുന്നത് സപ്ലയറിനെ പോട്ടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് കറക്റ്റ് പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യണത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, ഒരു നല്ല പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാനും അത് റൺ ചെയ്ത് നോക്കാനുള്ള ആവശ്യങ്ങൾക്കും ആയിട്ടുള്ള പ്രൊഡക്റ്റ് റിസർച്ചിങ് പരിപാടി ഞാൻ പറഞ്ഞുതരും. അതിന് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യാനും പെയ്ഡായിട്ട് ചെയ്യാനും 2-3 മെത്തേഡ്സിൻ്റെ. അപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ, പ്രൊഡക്റ്റ് റിസർച്ച് എന്ന് പറഞ്ഞ വീഡിയോ സെക്ഷനിൽ കാണുക. ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബ്രാൻഡ് ബിൽഡിംഗ് ആണ്. അതായത് നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ലോഗോ കൊടുത്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു സാധനത്തിൽ നിന്ന് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതായിരിക്കും അതിൻ്റെ ബ്രാൻഡ് ബിൽഡിംഗ് എന്നുള്ള സ്റ്റേജ് പറയുന്നത്. ഇതല്ലാതെ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഇനി വരാൻ പോകുന്ന 4 സ്റ്റേജുകളാണ് ഇപ്പോൾ ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ കൂടാതെ വരാൻ പോകുന്ന സംഭവം വെച്ചാൽ ഫേസ്ബുക്ക് വഴി എങ്ങനെ ആഡ് റൺ ചെയ്യണം, എങ്ങനെയൊക്കെ ഒരു അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്യും. പിന്നെ എങ്ങനെ ഈ ഒരു ക്യാഷ് ഓൺ ഡെലിവറി പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഒപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ കറക്റ്റ് പ്രൊസീജിയർ. അപ്പം ഇതിൻ്റെ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ, ഒരു ഇന്ത്യയിൽ ബിസിനസ് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് പാത്ത് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ വളരെയധികം സ്ട്രഗിൾസ് കാര്യങ്ങളും വളരെയധികം പ്രശ്നങ്ങളും ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ ചെയ്താൽ നല്ലത്. ചെയ്യാതെയും തുടങ്ങാൻ പറ്റും, പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ആ സ്റ്റേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളൊരു ബിസിനസ് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോസസ്സിന് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്. അത് വളരെ സിമ്പിളാണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. രണ്ടാമത് നിങ്ങളിപ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഒന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ആരുമാവട്ടെ.
അവിടെ ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ നല്ല സൂട്ടബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP ആണ്. അപ്പോൾ ഈ ഒരു സംഭവം ബിസിനസ് രജിസ്ട്രേഷൻ മസ്റ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭാവി വരുന്ന പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഇതിനും ഈ ബിസിനസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളായിക്കോട്ടെ, GST ഫയലിംഗ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രജിസ്ട്രേഷൻ മസ്റ്റാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് GST നമ്പർ. ഇത് ബിസിനസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GST അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ GST അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നമ്പർ അവൈലബിൾ ആണ്. ഈ നമ്പർ കൊണ്ട് പല കാര്യത്തിലുള്ള ഉപയോഗമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ GST രജിസ്റ്റർ ചെയ്താൽ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് GST രജിസ്റ്റർ ചെയ്താൽ വളരെ GST മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ GST നമ്പർ എവിടെയൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ മെയിനായിട്ട് ഫേസ്ബുക്ക് ആഡ്സിൽ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ GST വെച്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഗൂഗിൾ ആഡ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഷോപ്പിഫൈയുടെ സ്റ്റോർ സെറ്റപ്പ് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് ചില കാര്യങ്ങളായിക്കോട്ടെ, വേറെ എന്തെങ്കിലും പർച്ചേസ് കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ബാക്കിയുടെ ട്രാൻസാക്ഷൻ ചാർജസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് GST ഉപയോഗിച്ച് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് GST നമ്പർ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. സപ്ലൈയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ചിലപ്പോൾ നമുക്ക് GST കാര്യങ്ങളൊക്കെ അത്യാവശ്യമായി വേണ്ടി വരും. മൂന്നാമത്തെ പറയുന്നത് കറൻറ്റ് അക്കൗണ്ട്. ഒരു ബിസിനസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബിസിനസ് രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം കിട്ടുന്ന സംഭവമാണ് കറൻറ്റ് അക്കൗണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിരിക്കണം വേണം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള സേവിങ്സ് അക്കൗണ്ടുമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നിൽക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ആൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ടിലേക്കും നിങ്ങളുടെ പ്രൈസിൽ എമൗണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അത് വരാതിരിക്കാനും ഈ ഒരു മൊത്തം പ്രോസസ്സ് വളരെ സിമ്പിളാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കറൻറ്റ് അക്കൗണ്ട് വേണമെന്ന് പറയുന്നത്. ഈ കറൻറ്റ് അക്കൗണ്ട് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന ഈ ബിസിനസ്സിൽ വരുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പെൻസ് കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാകും. അതേപോലെ തന്നെ COD ഫീസ് കാര്യങ്ങൾ, അതേപോലെ COD നിന്ന് കിട്ടുന്ന എമൗണ്ട് തിരിച്ച് ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതും അത് നോക്കി കറക്റ്റ് ഇതിൻ്റെ ഈ ബിസിനസ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായ രീതിയിലാണ് ഒരു കറൻറ്റ് അക്കൗണ്ട് കയ്യിലുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങളൊരു CAനെ ഹയർ ചെയ്യുക. ചാർട്ടേഡ് അക്കൗണ്ട്, CA എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത്യാവശ്യം നല്ല സെയിൽ വരലുണ്ടെങ്കിൽ നല്ലൊരു റവന്യൂ കിട്ടൽ തുടങ്ങിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് GST ഫയൽ ചെയ്യേണ്ടി വരും, ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും. ബിസിനസ് നന്നായിട്ട് പ്രോപ്പറായിട്ട് റൺ ചെയ്ത് പോകണമെങ്കിൽ കുറേ പേപ്പർ വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഈ പേപ്പർ വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ അത് ആദ്യം തന്നെ ഹയർ ചെയ്താൽ നല്ലത്. നിങ്ങളുടെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂട്ടുകയാണെങ്കിൽ അത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മെല്ലെ ഹയർ ചെയ്താലും മതിയാവും. പക്ഷേ അത് അത്യാവശ്യമായിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളൊരു ബിസിനസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള പേപ്പർ വർക്കും കാര്യങ്ങളും GST ഫയലിങ്ങും ടാക്സ് ഫയലിങ്ങും ഒക്കെ തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു 4 ഡോക്യുമെൻറ്റേഷൻ ഇന്ത്യയിൽ മാർക്കറ്റിൽ നിങ്ങൾ ഒരു ഇ-കോമേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായി ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ സജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു മാർക്കറ്റിനെ കുറിച്ചും ആ ഒരു ഡോക്യുമെൻറ്റേഷനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്ന വീഡിയോസിനെ കുറിച്ചും ഒന്നും കൂടി ഒന്ന് കറക്റ്റ് വ്യക്തമാക്കി പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി എന്തുകൊണ്ട് ഞാൻ കുറഞ്ഞ ഫീൽ തുടങ്ങണ്ട, വലിയ നല്ലൊരു എമൗണ്ട് കയ്യിൽ പിടിച്ച് തുടങ്ങണം എന്നുള്ളതിന് പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയായിട്ടാണ് നമ്മൾ ആ ഫ്ലോ ചാർട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഈ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, ബിസിനസ്സിനോട് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.